ഗ്രാമപഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതോടെ വയനാട് പുൽപ്പള്ളിയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഇടപെടൽ നടത്തിയെന്നാരോപിച്ച് 7 നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തോൽവിയുടെ ഉത്തരവാദിത്വം തങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്ന് നടപടിക്ക് വിധേയരായവർ ആരോപിക്കുകയും ചെയ്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശക്തികേന്ദ്രമായ പുൽപ്പള്ളിയിൽ ഭരണം നഷ്ടപ്പെട്ടതിന്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസ്. പാർട്ടിക്കുള്ളിലെ കലാപം മറനീക്കി പുറത്തുവന്നത് നേതാക്കൾക്കെതിരായ നടപടിയിലൂടെ. ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ മധു ജോയ്, ജേക്കബ് കുറിഞ്ഞുമല, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സജി പെരുമ്പിൽ, KV ക്ലീറ്റസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സജി വിരിപ്പാമറ്റത്തിൽ, ബൂത്ത് പ്രസിഡന്റ് ചന്ദ്രൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പേയ്മെന്റ് സീറ്റ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇവർ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഇവരെ LDF-ന് ഭരണം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ LDF-നെ സഹായിച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തോപ്പിച്ചു എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന മൂവർ സംഘമാണ്. അതായത് KL പൗലോസ്, മണ്ഡലം പ്രസിഡന്റ് PD ജോണി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TS ദിലീപ്കുമാർ, ഇവരുടെ 3 പേരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. അവരവരുടെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെ ഇറക്കി. വാർഡിൽ നിന്ന് പറഞ്ഞ KPCCയുടെ നിർദ്ദേശം പോലും പാലിക്കാതെ, വാർഡിൽ നിന്ന് പറഞ്ഞതും നിർദ്ദേശിക്കാതെ അവർ ഓരോ പേയ്മെന്റ് സീറ്റാക്കി കൊണ്ടുവന്നിട്ട് മത്സരിപ്പിച്ചത്. പാർട്ടിയെ പിറകിൽ നിന്ന് കുത്തിയവർക്കെതിരെയാണ് നടപടിയെടുത്തതെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നും ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിശദീകരണം. മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പുറത്താക്കിയിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ആണ് അവരെ പുറത്താക്കിയിരിക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അതുവരെ കോൺഗ്രസും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷത്തിനൊപ്പമോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിക്കൊപ്പം ചേരുന്ന ഒരു സമീപനമാണ് ഇവർ എല്ലാ കാലവും എടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു തരംഗം, UDF തരംഗം ഉണ്ടായപ്പോൾ ആ തരംഗം പുൽപ്പള്ളി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായൊരു നീക്കം നടന്നു. അതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകൾ KPCCക്കും DCCക്കും കൊടുക്കാൻ ഞങ്ങളുടെ പക്കലുണ്ട്. ഇരുവിഭാഗത്തിന്റെയും പരാതികൾ DCC KPCC നേതൃത്വത്തിന്റെ പരിഗണനയിലാണ്. കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയുടെ വിളനിലമാണ് നേരത്തെയും പുൽപ്പള്ളി. ഭരണനഷ്ടത്തോടെ അതിന്റെ ആക്കമേറാനാണ് സാധ്യത. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.